കിഫ്ബി പദ്ധതികളുടെ കാലതാമസത്തിന് കാരണം ഭൂമി ഏറ്റെടുക്കൽ നടപടി വൈകുന്നത്. മുഖ്യമന്ത്രി കിഫ്ബി റോഡുകളിൽ യൂസർ ഫീ പിരിക്കുമെന്ന് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യൂസർ ഫീ വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കണമെന്ന് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചു. ബാധ്യത ക്രമാനുഗതമായി ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും വരുമാനമുണ്ടാക്കുന്ന കമ്പനിയായി മാറ്റുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കിഫ്ബിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ ഇന്ന് നിയമസഭയിൽ ശക്തമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധിച്ചത്. കിഫ്ബിയിലൂടെ അധിക വിഭവ സമാഹരണവും വികസനവും നടന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയിൽ നിന്ന് വരുമാനം വരുത്തുന്നതോടെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ കുരുക്കിൽ നിന്ന് പുറത്തു കടക്കാമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്രവാദങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിലൂടെ കിഫ്ബി വായ്പകളെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ കിഫ്ബിക്ക് ഗ്രാന്റ് നൽകുന്നുണ്ട്. ഇതിനകം 20,000 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ചെലവഴിച്ച 13,100 കോടി രൂപ കിഫ്ബി സ്വന്തം നിലയ്ക്ക് വായ്പ എടുത്തതാണ്. അത് തിരിച്ചടയ്ക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കിഫ്ബിക്കെതിരായി ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കിഫ്ബിയെ സഭയിൽ പ്രശംസിക്കുകയും ചെയ്തു. വഴിയില്ലാത്തിടത്ത് ഇടത് സർക്കാർ കിഫ്ബിയിലൂടെ വഴിവെട്ടിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കിഫ്ബിയുടെ നേട്ടങ്ങൾ പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നതിൽ അതിശയമില്ല. കിഫ്ബി സംസ്ഥാന ചരിത്രത്തിലെ നൂതനവും ധീരവുമായ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന വാഹന സാന്ദ്രത കണക്കിലെടുത്ത് റോഡുകൾ നിലവിലുള്ള വീതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനു പകരം അധികമായി ഭൂമി ഏറ്റെടുത്ത് വീതിയും കൂട്ടി വളവുകൾ നിവർത്തിയും ഡിസൈൻ റോഡുകളായാണ് ഭൂരിഭാഗം കിഫ്ബി റോഡുകളും നിർമ്മിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടുന്നതുകൊണ്ട് നിയമപ്രകാരമുള്ള നടപടി പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ കാലതാമസം പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിൽ പ്രകടമാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ പൂർത്തീകരണത്തിൽ സാധാരണഗതിയിൽ ശരാശരി 2-3 വർഷം സമയമെടുക്കുമെങ്കിലും ഭൂവുടമകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം, കോടതി വ്യവഹാരങ്ങളിലേക്ക് ഉൾപ്പെടെ നയിക്കുന്ന പ്രാദേശികമായ എതിർപ്പുകൾ, ഇത്തരം കാരണങ്ങളാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അനിയന്ത്രിതമായ കാലതാമസത്തിന് കാരണമാകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.